ഇത് ഒരു അപൂർവ ഗ്രാമമാണ്. അതായത് മുഖത്തല എന്ന ഗ്രാമം അത് വിശ്വവിഖ്യാതമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഗ്രാമം, ഈ പേര് ലോകത്ത് മറ്റൊരിടത്തുമില്ല. ഉദാഹരണത്തിന് പേരയം എന്ന പേര് പല സ്ഥലത്ത് കാണാം, പുത്തൂർ എന്ന പേര് പല സ്ഥലത്ത് കാണാം. എന്നാൽ ഈ അണ്ട കടാഹത്തിലേക്കും മുഖത്തല എന്ന് പറയുന്ന ഒരു സ്ഥലം വേറെയില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഇതിന് പിന്നിലുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ്, യാഥാർത്ഥ്യം ആകണമെന്നില്ല. എങ്കിലും ചിരപുരാതന ക്ഷേത്രമാണ്. ജാതിമത ഭേദമന്യേ ആളുകൾ ഇവിടെ ആരാധന നടത്താറുമുണ്ട്. അതായത് മറ്റ് മതസ്ഥരും അകത്ത് കയറിയാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ അത് പ്രശ്നമാക്കാറില്ല. അത്യപൂർവമായി മറ്റു മതസ്ഥരും അകത്ത് കിടക്കാറുണ്ട്. ക്ഷേത്രത്തിന് കോമ്പൗണ്ടിൽ കിടന്നാൽ ഒരു മതേതര സ്വഭാവമുള്ള ഗ്രാമമാകയാൽ ആരും അതൊരു വിഷയമാക്കാറില്ല. ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്ത് സബ് രജിസ്ട്രാർ ആയിട്ടുള്ള വർഗീസ് സാറിന്റെ മകൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചു. ക്ഷേത്രത്തിനകത്തുള്ള കോമ്പൗണ്ടിൽ വെച്ചാണ് അതിന്റെ അരങ്ങേറ്റം നടത്തിയത്. അതിന് പള്ളിയിലെ അച്ഛന്മാർ അവരുടെ ലോഹയൊക്കെ ഇട്ടുള്ള വേഷത്തിൽ തന്നെ പങ്കെടുക്കുകയും ചെയ്തു. ഇവിടുത്തെ ഹിന്ദുക്കൾ ആരും അതിൽ പ്രകോപിതരായില്ല, എല്ലാവരും അതിൽ സഹകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സവിശേഷതയുള്ള ഒരു ക്ഷേത്രം. ഞാൻ ക്ഷേത്രത്തിൽ എങ്ങനെ പോകുന്ന ആളല്ല, ആണ്ടിൽ ഒരിക്കൽ പോയാലായി, അത്രയേ ഉള്ളൂ. വിശ്വാസം ഇല്ലാതെയുമില്ല. അങ്ങനെ ചില മിത്ത്, ഓണം നമ്മുടെ ഒരു മിത്താണല്ലോ, അതുപോലെ ഒരു മിത്താണ് മുഖത്തല ക്ഷേത്രവും. ചിരപുരാതന സങ്കല്പം, ഈശ്വരചിന്ത സങ്കല്പാധിഷ്ഠിതമാണ്. വായു ഉണ്ടെങ്കിൽ ഈശ്വരനും ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഏതോ ഒരു അദൃശ്യ ശക്തി, അതിന് രൂപം മനുഷ്യർ കൽപ്പിക്കുന്നതാണ്, അല്ലാതെ പ്രത്യേകിച്ച് രൂപമൊന്നുമില്ല. അരിയുണ്ട്, നമുക്ക് പലഹാരം ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, വടയുണ്ടാക്കാം, അങ്ങനെ പലതും, പല ആഹാരം അരി കൊണ്ട് ഉണ്ടാക്കാം എന്ന് പറയുന്നത് പോലെ മനുഷ്യർ പല പല ദൈവങ്ങളെ ആരാധിക്കുന്നു. എല്ലാം ഒന്ന്, ഏകം, അതാണ് ബ്രഹ്മം, എല്ലാം ഒന്നാണ്. ഏകദൈവ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ശരി. ദൈവവിശ്വാസം ഹിന്ദുക്കളിൽ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം, നമുക്ക് അതിനെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഏതായാലും ഒരു ചിരപുരാതന ക്ഷേത്രം, ഇതിന്റെ മതില് തന്നെ ശബരിമലയിൽ ഞാൻ പോയിട്ടില്ല, എങ്കിലും ഒരു ആന നിന്നാൽ ക്ഷേത്രത്തിനകത്ത് നിന്നാൽ പുറത്ത് നിന്ന് കാണാൻ പറ്റാത്ത കൂറ്റൻ മതിലാണ്. ആര് നിർമ്മിച്ചെന്ന് ആർക്കും അറിയില്ല. വലിയ വീതിയുള്ള വളരെ കൂറ്റൻ മതില്. ഏതാണ്ട് 3-4 ഏക്കർ സ്ഥലത്ത് ക്ഷേത്രം നിലകൊള്ളുന്നു. അങ്ങനെ ഒരു ചിരപുരാതന സങ്കല്പം. അങ്ങനെ അതേക്കുറിച്ച് 4-5 ഗാനം എഴുതി എൻ്റെ സ്നേഹിതനും അദ്ദേഹത്തിന്റെ മക്കളും കൂടി അത് പാടി.